എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കന്യാസ്ത്രീ മഠം കയ്യേറി അതിൻ്റെ അകത്ത് കുടില് കെട്ടി താമസിച്ച വ്യക്തികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം, വൻ പ്രതിഷേധമായി BJP മുമ്പോട്ട് പോകും എന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധ പദ്ധതികൾക്കാണ് തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തിരുവോണത്തിൻ്റെ തലേന്ന് രാത്രിയിൽ ഒരു സംഘം ആളുകൾ കന്യാസ്ത്രീ മഠത്തിൻ്റെ മതിൽ തകർത്ത്, ബുൾഡോസർ വെച്ച് തകർത്ത്, അവിടെയുള്ള CCTV ക്യാമറകളെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി അതിൻ്റെ അകത്ത് കയറി വാഹനത്തിൽ കൊണ്ടുവന്ന വീടുകൾ അവിടെ സ്ഥാപിച്ച് അവിടെ താമസം ആരംഭിച്ചു. സുഡാപ്പികളായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. മത തീവ്രവാദം ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കോമ്പൗണ്ടുകൾക്ക് നേരെയും നടക്കുന്ന സുഡാപ്പികളുടെ ഒരു ആക്രമണമാണ് ഇതിൻ്റെ പിന്നിൽ. അതിനെ ഗവൺമെൻറ് കണ്ണുകെട്ടി നിൽക്കുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കിയ MP-മാരും MLA-മാരും ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ MP-മാരെയും MLA-മാരെയും അവിടെ തീയിട്ട് പുറത്ത് ചാടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഒഴുക്കിയ ഒറ്റ MLA-യും കാണാനില്ല, MP-യും കാണാനില്ല, ഇടത് വലതുപക്ഷ നേതാക്കന്മാരെയും കാണാനില്ല, ഒരു പ്രസ്താവന പോലുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എത്ര ഖേദകരമാണ്, അത്യന്തം ഖേദകരമാണ്. ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വളരുവാൻ നല്ല ഒരു പ്രദേശമായി ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മുടെ കൊച്ചു കേരളം മാറുന്നു. അവർക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. കോതമംഗലത്ത് ഒരു പെൺകുട്ടി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. എന്നാൽ ഒറ്റ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ MP-യോ MLA-യോ അവിടെ എത്തിയില്ല, BJPയുടെ ഒഴികെ. ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് അവിടെയുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. ക്രൈസ്തവരെ ആർക്കും വേണ്ട. കേരളത്തിൽ ക്രൈസ്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് BJP മാത്രമുള്ളൂ, മറ്റാരും തന്നെയില്ല. എന്നാൽ ഇത്രയും ദിവസങ്ങളായിട്ടും FIR ഇട്ടിട്ടും ഇതിൻ്റെ അകത്തുള്ള പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ക്യാമറ തകർത്ത് അതിൻ്റെ അകത്ത് കയറിയ ഒരു വലിയ സംഘമുണ്ട്. ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തിയിട്ടും ഇത് അവിടെ കണ്ടവരുമില്ല, കേട്ടവരുമില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. എന്തിനാണ് ഇങ്ങനെ മത തീവ്രവാദികൾക്ക് കൂട്ടുനിൽക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇത് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആയിരുന്നെങ്കിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുമായിരുന്നു. ഒരു അൻസൂരി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് പണ്ഡിതനല്ല, പക്ക മത തീവ്രവാദ ചിന്താഗതിയുള്ള ആളാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ റാലി നടക്കുമ്പോൾ ഈ റാലിയുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ആളാണ് ഈ അൻസൂരി ആലപ്പുഴ. പക്ഷേ ഇങ്ങനെയൊന്നും കാണാൻ പോലുമില്ല. ഇപ്പോൾ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഇവന്മാരെല്ലാം ഒളിവിലാണ്. MP-മാർ MLA-മാരുണ്ട്. ക്രൈസ്തവർ നേരിടുന്ന ഒരു പ്രശ്നം വന്നാൽ അവർ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇടപെടും, അത് കേരളത്തിലാണെങ്കിൽ ഇടപെടുകയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് റാലി നടത്തിയ SDPI ഉണ്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കോമ്പൗണ്ടിൽ കന്യാസ്ത്രീ മഠത്തിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറി രാത്രിക്ക്
ഇടിച്ചു കയറി ഇതിൻ്റെ അകത്ത് താമസമാക്കിയ സുഡാപ്പികളെക്കുറിച്ച് ഇവരൊരക്ഷരം മിണ്ടുകയില്ല എന്ന് മാത്രമല്ല അവർക്കൊരു പ്രതിഷേധവുമില്ല, അവരൊരക്ഷരവും മിണ്ടാതിരിക്കുകയാണ്. ഇതാണ് ഇരട്ടത്താപ്പ് നയം. എന്തായാലും BJP ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ്. കാസ പോലുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ശക്തമായ രീതിയിൽ തന്നെ അതുമായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാസായുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് ഈ വാർത്തകൾ കൂടുതൽ വന്നത്. എന്നാൽ കത്തോലിക്കരുടെ പത്രമായ ദീപികയിൽ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. എന്താണ്, ആരെയൊക്കെയോ പേടിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഇസ്ലാമിക് മത തീവ്രവാദത്തെയും ക്രൈസ്തവ സമൂഹം പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം. ഇത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. ക്രൈസ്തവ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു വളർച്ച അതിശക്തമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കളമശ്ശേരിയിൽ ഉണ്ടായ ഈ ആക്രമണത്തെ, അല്ലെങ്കിൽ രാത്രിക്ക് രാമാനം ഈ കോമ്പൗണ്ടിനെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി അതിൻ്റെ അകത്ത് കയറി ഈ പ്രവൃത്തി അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശക്തമായ പ്രതിഷേധമായി മുമ്പോട്ട് പോകും എന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇടതുപക്ഷവും വലതുപക്ഷവും എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ 2026 വോട്ട് ഒരു 10 BJP MLA-മാരെയെങ്കിലും ജയിപ്പിച്ച് വിട്ടില്ലെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും പ്രക്ഷോഭം സംഘടിപ്പിക്കട്ടെ, ഈ പ്രതികളെ പിടിക്കട്ടെ, അവരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അവരുടെ കോമ്പൗണ്ട് തിരിച്ചു കൊടുക്കുകയും മതിൽ കിട്ടുകയും ചെയ്യട്ടെ. ഈ സുഡാപ്പികളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്.